Hi everyone, welcome to 2024 edition USMO Universal Science and Maths Olympiad എക്സാമിനുള്ള ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള ചില ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പം ഈ വരുന്ന ജൂലൈ 13-14 തീയതികളായിട്ട് കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ് ചെയ്യുന്ന USMO യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡ് എക്സാമിനുള്ള 5ാം തരത്തിൽ പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള ബയോളജി പരീക്ഷയിലെ ചില മാതൃകാ ചോദ്യങ്ങൾ, ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം മൈ dynamic kids. So move to the first question. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. The first question is, which of the following statement best describe the role of cotyledons in a germinating seeds? അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾ 5ാം തരത്തിൽ പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ യൂണിവേഴ്സിലെ നല്ല സമ്മാനങ്ങൾ നൽകുന്ന USMO പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ബയോളജിയിലെ കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ നമ്മൾ ഇംഗ്ലീഷിൽ മലയാളത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ മലയാളം മീഡിയം കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചോദ്യം എന്താണ്. മുളയ്ക്കുന്ന വിത്തിൽ ബീജപത്രങ്ങളുടെ പങ്ക് ഏറ്റവും നന്നായി വിവരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? നിങ്ങൾ ജെർമിനേറ്റിംഗ് സീഡ്സ് എന്ന് കേട്ടിരിക്കും. അപ്പോൾ അതിൽ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് കോട്ടിലിഡൻ. കോട്ടിലിഡൻ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആ കോട്ടിലിഡൻ അപ്പോൾ എന്താ നമുക്ക് നോക്കാം. പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു സീഡ്ലിങ്സ് ആണോ? അത് തൈകൾക്ക് ഘടനാപരമായ പിന്തുണ നൽകുന്നു. തൈകൾക്ക് ഘടനാപരമായ പിന്തുണയാണോ കോട്ടിലിഡൻസ് നൽകുന്നത്? വെയിറ്റ് അല്ല. സ്റ്റോർ എക്സസ് വാട്ടർ, അമിതമുള്ള ജലം, അധികമായ ജലം സംഭരിക്കുകയാണോ ആ കോട്ടിലിഡൻസ് ചെയ്യുന്നത്? അല്ല. പിന്നെയോ സിന്തസൈസ് ഫുഡ് അൺടിൽ ലീവ്സ് ഗ്രോ. ആ വിത്ത് മുളയ്ക്കുമ്പം അതിലുള്ള ഇലകൾ വളരുന്നത് വരെ ഭക്ഷണം സമന്വയിപ്പിക്കുക. അപ്പൊ ബീജപത്രങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയാണത്. ആ വിത്ത് മുളച്ച് ആ കോട്ടിലിഡൻസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ആ ലീവ്സ് മെർജ് ചെയ്യുന്നത് വരെ സിന്തസൈസ് ഫുഡ് അൺടിൽ ദ ലീവ്സ് ഗ്രോ. അടുത്ത് നോക്കാം. വിത്ത് വ്യാപനത്തെ സഹായിക്കാൻ, പരാഗണത്തിന് സഹായിക്കുന്നു എന്ന് വെച്ചാൽ അട്രാക്ട് പോളിനേറ്റേഴ്സ് ടു എയ്ഡ് സീഡ് ഡിസ്പേഴ്സൽ. പോളിനേറ്റേഴ്സിനെ, പരാഗണ ജീവികളെ, പോളിനേറ്റേഴ്സിനെ വിത്ത് വിതരണത്തിന് സഹായിക്കാൻ. വിത്ത് വിതരണം ഇവിടെ പറയുന്നില്ല, ഇവിടെ സീഡിന്റെ ജെർമിനേഷനാണ് നമ്മൾ പറയുന്നത്. വിത്ത് മുളയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡി ഓപ്ഷൻ അല്ല, തീർച്ചയായിട്ടും ഡി ഓപ്ഷൻ അല്ല. പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് അല്ല, എക്സസ് വാട്ടർ സ്റ്റോർ ചെയ്യുന്നതല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ്, നമുക്ക് പോകാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സിന്തസൈസ് ഫുഡ് അൺടിൽ ലീവ്സ് ഗ്രോ. ഇലകൾ വളരുന്നത് വരെ ഭക്ഷണം സമന്വയിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് കോട്ടിലിഡൻ ഇൻ എ ജെർമിനേറ്റിംഗ് സീഡ്? മുളയ്ക്കുന്ന വിത്തിൽ ബീജപത്രങ്ങളുടെ ശരിയായ പങ്ക് നമുക്ക് മനസ്സിലാക്കാം. ഇലകൾ വളരുന്നത് വരെ ഭക്ഷണം തയ്യാറാക്കുക. സമന്വയിപ്പിക്കുക മീൻസ് തയ്യാറാക്കുക. സിന്തസൈസ് ഫുഡ് അൺടിൽ ലീവ്സ് ഗ്രോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഒന്ന് വായിക്കാം. ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. അണ്ഡകോശവും മെയിൽ ഗാമീറ്റ്, പുരുഷ ബീജം, പുരുഷ ബീജവും അണ്ഡകോശം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗാമീറ്റ്. അപ്പോൾ മെയിൽ ഗാമീറ്റ് ആണ് പുരുഷ ബീജം, അണ്ഡകോശം എന്ന് പറയുന്നതാണ് ഫീമെയിൽ ഗാമീറ്റ്. ഇവ തമ്മിലുള്ള സംയോജനം, അതിനുള്ള സംയോജനത്തിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? ബീജ സംയോജനം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നോക്കുന്നു, റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഓഫ് സ്പ്രിങ് വിച്ച് ടേം ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പ്രോസസ്. അപ്പോൾ ചോദിക്കുന്നു, അണ്ഡകോശവും പുരുഷ ബീജവും തമ്മിലുള്ള സംയോജനം പുതിയ സന്തതിയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. മുകളിൽ വിവരിച്ച പ്രക്രിയ ഏറ്റവും നന്നായി വിവരിക്കുന്ന പദമേത്? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. അണ്ഡവും പുരുഷ ബീജവും സംയോജിക്കുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം. ജെർമിനേഷൻ മുളപ്പിക്കലല്ല, പോളിനേഷൻ പരാഗണം അല്ല, സെഗ്മെന്റേഷൻ വിഭജനം അല്ല. അപ്പം ഏതാണ് ആൻസർ? ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം. ഓക്കെ, ബീജകോശങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന, തമ്മിൽ സംയോജിക്കുന്ന പ്രോസസ്. ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റീസ് ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ ബീജസങ്കലനം എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കാം, വായിച്ചോളൂ. വിച്ച് ആനിമൽ കോമൺലി നോൺ ആസ് മാർസുപ്പിയൽ ഓർ പൗച്ച്ഡ് മാമൽസ്? നിങ്ങൾ കേട്ടിരിക്കും ചില മാമൽസ് മാർസൂപ്പിയൽ അല്ലെങ്കിൽ സഞ്ചി മൃഗങ്ങൾ, അവയ്ക്ക് സഞ്ചിയുള്ള മൃഗങ്ങൾ എന്ന് പറയും. കുഞ്ഞുങ്ങളെ അവ ഒരു സഞ്ചിയിൽ ഇങ്ങനെ തൂക്കി വെക്കുന്നതായിട്ട് നിങ്ങൾ കാണാം. ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കും. അപ്പോൾ വിച്ച് ആനിമൽ കോമൺലി നോൺ ആസ് മാർസുപ്പിയൽ ഓർ പൗച്ച്ഡ് മാമൽ കീപ് ഇറ്റ്സ് യങ് വൺസ് ഇൻ എ സാക്ക് വിത്തിൻ ഇറ്റ്സ് ബോഡി?
അവയുടെ ശരീരത്തിൽ ഒരു സഞ്ചിയിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കും. അപ്പൊ മാർസൂപ്പിയൽ അല്ലെങ്കിൽ സഞ്ചിയുള്ള മൃഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഏത് മൃഗമാണ് കുഞ്ഞുങ്ങളെ ശരീരത്തിനുള്ളിൽ ഒരു സഞ്ചിയിൽ സൂക്ഷിക്കുന്നത്? നിങ്ങൾക്കറിയാം, എലിഫന്റ് ആനയാണോ? അല്ല. പോളാർ ബിയർ ധ്രുവക്കരടികളാണോ? അല്ല. ഡീർ മാനാണോ? അല്ല. പിന്നെ ആരാണ്? യു നോ ദാറ്റ് ദേ ആർ കാങ്കറൂസ്, കങ്കാരുകളാണ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. മാർസൂപ്പിയൽസ്, ആ ടേം ഓർത്ത് വെച്ചാൽ മതി. മാർസൂപ്പിയൽസ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? സഞ്ചിയുള്ള മൃഗങ്ങൾ എന്ന് വിളിക്കുന്നത് കാങ്കറൂസ് അല്ലെങ്കിൽ കങ്കാരുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഈ നിങ്ങൾ വൈറ്റമിൻസ് എന്നൊക്കെ കേട്ടിരിക്കും അല്ലേ? വൈറ്റമിൻ്റെ കുറവ് മൂലം, ഡെഫിഷ്യൻസി ഒക്കെ മൂലമുള്ള ഒരു ഡിസോർഡർ ആണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ. നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. സ്കെലിറ്റൽ ഡിഫോർമേഷൻ and pain in bone due to deficiency of vitamin D are symptoms of which disease? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥികൂടത്തിന്, സ്കെലിറ്റന് തേയ്മാനം, അസ്ഥികൂടത്തിന്റെ രൂപഭേദം, അതിന്റെ ഘടനയിൽ മാറ്റം വരുന്നു, എല്ലുകളിൽ വേദനയുണ്ടാകുന്നു എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? അപ്പം അസ്ഥികൾക്കുണ്ടാകുന്നതാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപോറോസിസ്, അസ്ഥിക്ഷയം എന്ന് മനസ്സിലാക്കിയത്. ഈ ഓസ്റ്റിയോപോറോസിസ് എന്താണ്? പ്രായമാകുമ്പം ചില ഹോർമോണുകളുടെയൊക്കെ കുറവ് കൊണ്ട് ബോണിന്റെ മാസ്, ബോണിന് തേയ്മാനം സംഭവിക്കുക, ബലക്ഷയം സംഭവിക്കുന്ന അസുഖമാണ് എന്ത് വിളിക്കുന്നത്? ഓസ്റ്റിയോപോറോസിസ്. അത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് ഉള്ളത് അല്ല. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് അല്ല. അപ്പൊ പിന്നെ ഏതാണ് അതിൽ വരുന്നത്? നമുക്ക് നോക്കാം. റിക്കറ്റ്സ് അവിടെ നിൽക്കട്ടെ. ആർത്രൈറ്റിസ് സന്ധിവാതമാണ്. സന്ധികൾ, ജോയിൻസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അസുഖകരമായ അവസ്ഥകളാണ്. അപ്പൊ സന്ധിവാതം അതുമല്ല. സ്കർവി എന്ന് കേട്ടിട്ടുണ്ടോ? വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുമല്ല. അപ്പൊ പിന്നെ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? റിക്കറ്റ്സ് ആണ്. കണരോഗം എന്നറിയപ്പെടുന്നു റിക്കറ്റ്സ് ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട്. ഈ വൈറ്റമിൻ ഡി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന, നമ്മൾ ചൂട് കൊണ്ട് സൂര്യപ്രകാശം കൊണ്ടാൽ നമ്മുടെ ത്വക്കിൽ ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട്, സൺഷൈൻ വൈറ്റമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് കണ എന്ന് മലയാളത്തിൽ വരുന്ന. ബോണുകൾക്ക്, അസ്ഥികൾക്കൊക്കെ ബലക്ഷയം അല്ലെങ്കിൽ അസ്ഥികളുടെ രൂപമാറ്റം സംഭവിക്കുന്ന, എല്ലുകളിൽ വേദനയുള്ള ഒരു അസുഖമാണ് റിക്കറ്റ്സ്. അണ്ടർസ്റ്റാൻഡ്? സ്കർവി നമ്മൾ നേരത്തെ സംസാരിച്ചു. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി എന്ന അസുഖം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മൾ. അത് വിച്ച് ക്വസ്റ്റ്യൻ വായിക്കാം. Which national park is renowned for its population of Asiatic lion? Question: ഏത് നാഷണൽ പാർക്കാണ് ഏറ്റവും അധികം ഏഷ്യൻ സിംഹങ്ങളുള്ളതിന് പ്രശസ്തമായത്? നമുക്ക് ഇന്ത്യയിൽ തന്നെ അറിയാം. ഇന്ത്യയിലുള്ള നാഷണൽ പാർക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് നാഷണൽ പാർക്ക് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ആണോ? ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ആദ്യം രൂപീകൃതമായ നാഷണൽ പാർക്കാണ്. ആ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ടൈഗറുകൾക്ക് പ്രശസ്തമാണ്. ടൈഗർ റിസർവ്സ് ആണ്. അപ്പം ലയൺ എന്ന് കേൾക്കുമ്പം, ഏഷ്യയിലെ സിംഹം, ഏഷ്യൻ സിംഹങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതാണ് ആൻസർ വരേണ്ടത്? ഗീർ വനങ്ങൾ എന്ന് കേട്ട് കാണും നിങ്ങൾ. ഗീർ നാഷണൽ പാർക്ക്. അപ്പൊ സിംഹങ്ങളെ ഏറ്റവും അധികം ഉൾക്കൊള്ളുന്നതാണ് ഗീർ നാഷണൽ പാർക്കാണ്. അപ്പൊ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ടൈഗർ ആണ്. സുന്ദർബൻസ് വെറും കണ്ടൽക്കാടുകൾ, മാൻഗ്രൂവ് ഫോറസ്റ്റുകൾ, കണ്ടൽക്കാടുകൾ ധാരാളമുള്ള ഒരു നാഷണൽ പാർക്കാണ്. സുന്ദർബൻസും ടൈഗറിന് ഫേമസ് ആണ്. അതുപോലെ തന്നെ രഥാംപൂർ ദേശീയോദ്യാനം, രത്താർപൂർ നാഷണൽ പാർക്ക്, ദേശീയോദ്യാനം എന്നാണ് നാഷണൽ പാർക്കിന് പറയുന്നത്. അത് രാജസ്ഥാനിൽ രത്താൻപൂർ, അതിലും ടൈഗറാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ലയൺ, സിംഹത്തിന് ഏറ്റവുമായിട്ട് കൂടുതലായിട്ട് കാണുന്നത് ഗീർ നാഷണൽ പാർക്കുകളാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഈ USMO, കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന മികച്ച സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് നന്നായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുക. എക്സാമിൻ്റെ ഡേറ്റ് മറക്കരുത്. ഈ വരുന്ന ജൂലൈ 13, 14 തീയതികളിൽ സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. മിടുക്കരായി ഇവിടെ വന്ന് എക്സാം എഴുതുക. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഈ അസേഷൻ റീസൺ എന്ന് പറയുമ്പം അതിലൊരു വാദമുണ്ടായിരിക്കും. അസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാദമുണ്ടായിരിക്കും, അതിലൊരു കാരണമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് ചോദ്യം ഒന്ന് വായിക്കാം. അസേഷൻ പറയുന്നു, സ്കാവഞ്ചേഴ്സ്
play a crucial role in ecosystem maintenance by cleaning up dead organism and recycling nutrients. നിങ്ങൾ ഈ സ്കാവഞ്ചേഴ്സ് എന്ന് കേട്ടിരിക്കും. സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ മീൻ വേസ്റ്റ്, ഡെഡ് ബോഡീസ് ഭക്ഷിക്കുന്ന ജീവികളാണ്. ഡെഡ് ബോഡീസ് ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളാണ്. ഇപ്പോൾ വാൾച്ചർ, കഴുകന്മാരൊക്കെ പോലെയുള്ള ജീവികൾ നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ചത്ത ജീവികളെ ഭക്ഷിച്ച്, അപ്പം നോക്കൂ, സ്കാവഞ്ചേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ മെയിൻറ്റനിങ് ബൈ ക്ലീനിങ് അപ്പ് ഡെഡ് ഓർഗാനിസം ആൻഡ് റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്. ചത്ത ജീവികളെ ശുദ്ധീകരിച്ചും പോഷകങ്ങൾ പുനരുപയോഗം ചെയ്തും പരിസ്ഥിതി വ്യവസ്ഥയുടെ പരിപാലനത്തിൽ ക്ഷുദ്രജീവികൾ നിർണായക പങ്ക് വഹിക്കുന്നു. ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ക്ഷുദ്രജീവികൾ എന്ന് വിളിക്കുന്നവ ഈ ചത്ത മൃഗങ്ങളെയൊക്കെ ഭക്ഷിക്കുന്നു, അവയെ ശുദ്ധീകരിക്കുന്നു, അതുപോലെ തന്നെ റീസൈക്ലിംഗ് നടത്തുന്നു, പോഷകങ്ങൾ പുനരുപയോഗം ചെയ്യുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ആ ഒരു വാദം, ആ ഒരു അസേർഷൻ നമുക്ക് ശരിയായിട്ടെടുക്കാം. അസേർഷൻ ട്രൂ ആണ്. ആ ഒരു വാദം ശരിയായതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. റീസൺ, അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നു. റീസൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്കാവഞ്ചേഴ്സ് ആർ കാർണിവോറസ് ആനിമൽ ദാറ്റ് പ്രൈമർലി ഫീഡ് ഓൺ ലിവിങ് ആനിമൽസ്. എന്താണ് വാദം പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കാരണം ക്ഷുദ്രജീവികൾ പ്രധാനമായും ജീവനുള്ള മൃഗങ്ങളെ ഭക്ഷിക്കുന്ന മാംസബുക്കുകളാണ്. സ്കാവഞ്ചേഴ്സ് മാംസബുക്കുകളാണോ? മൃഗങ്ങളെ, ജീവനുള്ള മൃഗങ്ങളെയാണോ ഭക്ഷിക്കുന്നത്? ജീവനുള്ളവയല്ല, ചത്തവ, ഡെഡ് ബോഡീസിലാണ് ഇവ വർക്ക് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നത്. അപ്പം വാദഗതി ശരിയാണ്, പക്ഷേ അതിൻ്റെ കാരണം തെറ്റാണ്. അപ്പോൾ അസേർഷൻ ട്രൂ, റീസൺ ഫാൾസ്. അപ്പം നമുക്കതിൻ്റെ ഓപ്ഷനിലേക്ക് പോകുമ്പം ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. അസേർഷനും റീസണും ശരിയാണ്, അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണമാണ്. ആണോ? അല്ല. അടുത്ത് നോക്കൂ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. വാദവും കാരണവും ശരിയാണ്, പക്ഷെ റീസൺ, കാരണം അതിൻ്റെ ശരിയായ വിശദീകരണമല്ല. സി, അസേർഷൻ ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. വാദം ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ്. അതല്ലേ ആൻസർ? അപ്പം നമുക്ക് ആൻസറിലേക്ക് പോകാം. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. അടുത്ത് നോക്കാം. അസേർഷൻ ഫാൾസ്, അത് തെറ്റാണ്. അപ്പം നമ്മൾ എ അല്ല, ബി അല്ല, ഡി അല്ല. നമ്മുടെ ആൻസർ ഏതാണ്? വാദം ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. അണ്ടർസ്റ്റാൻഡ്? കാരണം മാംസബുക്കുകൾ അല്ല ഭക്ഷിക്കുന്നത് ക്ഷുദ്രജീവികൾ, അവ ഡെഡ് ബോഡി, ചത്ത ജീവികളെയാണ് ഭക്ഷിച്ച് ജീവിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് taste buds, which of the following statement about taste buds on tongue is true? നാവിലെ ടേസ്റ്റ് ബഡ്സ്, രുചിമുകുളങ്ങളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? നാവിലെ രുചിമുകുളങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ, ടേസ്റ്റ് ബഡ്സ് ക്യാൻ ഓൺലി ഡിറ്റക്ട് മൈൽഡ് ഫ്ലേവേഴ്സ്. എന്താണ്? രുചിമുകുളങ്ങൾക്ക് നേരിയ സ്വാദുകളെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ആണോ? രുചിമുകുളങ്ങൾക്ക് ഈ നേർത്ത സ്വാദ് മാത്രമാണോ കണ്ടെത്താൻ സാധിക്കുന്നത്? നോ, ദേ ഡിറ്റക്ട് ഓൾ കൈൻഡ്സ് ഓഫ് ടേസ്റ്റ്. അത് എല്ലാ തരത്തിൽപ്പെട്ട രുചിയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ എ അല്ല, ഇത് എ ആണ്. അപ്പം എ അല്ല, അപ്പം എ അല്ല. ഓക്കെ, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. അപ്പം നമുക്ക് നോക്കാം, ബി ആണോ എന്ന് നോക്കാം. ദ ടേസ്റ്റ് ബഡ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ സർഫസ് ഓഫ് ടങ്. രുചിമുകുളങ്ങൾ നാവിൻ്റെ ഉപരിതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഓക്കെയാണ്, പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ടേസ്റ്റ് ബഡ്സ് ഓൺ ടങ് ഇസ് ട്രൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ടേസ്റ്റ് ബഡ്സ് on the tongue is true? The taste buds are located on the surface of tongue. അല്ല, അവ രുചിമുകുളങ്ങൾ കാണുന്നത് ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, the taste buds are located on the surface of tongue, അതൊരു പ്രത്യേക സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, മധുരം, ഉപ്പ്, കയ്പ്, ഉമാമി. The taste buds are responsible for detecting different tastes such as sweet, salt, butter, umami. പറ. ടേസ്റ്റ് ബഡ്സിന് വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സാധിക്കുന്നു, അല്ലേ? ഏതൊക്കെയാണ് അത്? മധുരം, ഉപ്പ്, കയ്പ്, ഉമാമി. ഉമാമി എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ടേസ്റ്റ്, ഈ മാംസത്തിൻ്റെ ഒക്കെ ഒരു രുചിക്കാണ് പറയുന്നത് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നാവിൻ്റെ അറ്റത്ത് മാത്രമേ രുചിമുകുളങ്ങൾ കാണപ്പെടുന്നുള്ളൂ. ടേസ്റ്റ് ബഡ്സ് ആർ ഓൺലി ഫൗണ്ട് ഇൻ ദ ടിപ്പ്. ആണോ?
നാവിൻ്റെ അറ്റത്ത് മാത്രമാണോ? അല്ല, അത് നാവിൻ്റെ അറ്റത്ത് മാത്രമല്ല, എല്ലാ ഭാഗങ്ങളും കാണപ്പെടും. അപ്പം നമുക്കിതിൽ പ്രധാനമായിട്ടും എടുക്കാൻ പറ്റുന്നത് ഏതാണ്? അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫൗണ്ട് ഓൺ ടേസ്റ്റ് ബഡ് സ്റ്റോങ്? അപ്പോൾ നാവിലെ രുചിമുകളെ കുറിച്ച് ഇനി പറഞ്ഞ് ഏതാണ് ശരി? അത് ചില മൈൽഡ് ഫ്ലേവർ മാത്രമല്ല, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമല്ല, അത് ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് പിറ്റുകളിലാണ് കാണപ്പെടുന്നത്. അപ്പം അതിനേതാണ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു ആൻസർ ഏതാണ്? ടേസ്റ്റ് ബഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്റ്റിംഗ് ഡിഫറെൻറ്റ് ടേസ്റ്റ് സച്ച് ആസ് സ്വീറ്റ്, സാൾട്ട്, ബിറ്റർ, ഉമാമി, മധുരം, കയ്പ്, ഉപ്പ്, ഉമാമി, എല്ലാ രുചിമുകളങ്ങൾ കണ്ടെത്താൻ ഉത്തരവാദികളാണ്. അണ്ടർസ്റ്റാൻഡ്? അതൊരു ലളിതമായ ചോദ്യമാണ്. നെക്സ്റ്റ്, അടുത്ത ചോദ്യം വീണ്ടും സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. വാട്ട് ഡസ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നോട്ട് കണ്ടെയ്ൻ? നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് കേട്ടിരിക്കും അല്ലേ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്താ? പ്രഥമ ചികിത്സ നൽകുവാൻ വേണ്ടി സജ്ജീകരിക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ പ്രഥമ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ബോക്സിൽ എന്താണ് അടങ്ങിയിരിക്കാത്തത്, അതിലെന്താണ് ഉൾപ്പെടാത്തത് നമുക്ക് നോക്കാം. ആൻറ്റിസെപ്റ്റിക് ക്രീം വേണം. ആൻറ്റിസെപ്റ്റിക് ക്രീം എന്ന് പറഞ്ഞാൽ രോഗാണു സംക്രമണത്തെ പ്രതിരോധിക്കുന്ന ക്രീമുകളൊക്കെ വേണം. വേണം. ദെൻ ബാൻഡേജ് വേണം. സിസേഴ്സ്, കത്രിക വേണം. ചീപ്പ്, കോമ്പ്, മുടി ചെയ്യുന്നതിനുള്ള ചീപ്പ് അതിൽ ആവശ്യമില്ല, അത് നിങ്ങൾക്കറിയാം. അപ്പം ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കോമ്പാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടാത്തത്. അണ്ടർസ്റ്റാൻഡ്? അപ്പം നമ്മൾ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡ് ആ എക്സാമിന് വേണ്ടിയുള്ള 5ാം ക്ലാസ്സിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള ബയോളജിയിലെ ചില മാതൃകാ ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കരായിട്ട് ഈ വരുന്ന ജൂലൈ 13, 14 തീയതികളിൽ നടക്കുന്ന കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ് ചെയ്യുന്ന USMO പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാ മിടുക്കരായ 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു ദെൻ. അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. Bye.